ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നമ്മളെ ലോക്കി ക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ്. എനിക്ക് തോന്നുന്നു നമ്മളെ ചാനലിൽ ഏറ്റവും ഓടിയിട്ടുള്ള വൺ ഓഫ് ദ എപ്പിസോഡ്സ് ലോക്കി ക്രാഫ്റ്റിൻ്റെ ആയിരുന്നു. ജലദോഷം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കിട്ടിയ ഒരു നല്ലൊരു ഗെയിമാട്ടോ ഞാൻ കളിക്കുന്നത്. ഇതിൻ്റെ പേര് ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് എന്നാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ മൈൻക്രാഫ്റ്റിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ മാക്സിമം നമുക്ക് എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. യെസ് ഗൈസ്, കം ഓൺ. അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നു. കൺട്രോളർ കേട്ടോ, ഇത് ആദ്യമായിട്ട് കൺട്രോളറിൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടില്ല, ഞാൻ കുറച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ അറിയാം. ഇതെങ്ങനെയായിരുന്നു മൈന് റേറ്റ് ട്രിഗർ. എനിക്കറിയാം കൺട്രോളർ ഇസ് എ ബാഡ് ഐഡിയ. ഇത് പൊന്നത് ഇത് എനിക്ക് അത്ര പരിചയമില്ല, ഞാൻ കുറച്ചൊക്കെ കളിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈ ഗെയിം കുറച്ചുകൂടി സ്യൂട്ടാണെന്ന് തോന്നി. എനിക്കൊരു 5 വുഡ് എടുക്കാം. എനിക്ക് പോകണം ദിനേശാ. നമുക്ക് നമ്മളെ പേരൊക്കെ സെറ്റാണ് കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് അങ്ങനെ 5 വുഡ് ആയിട്ടുണ്ട്. എക്സ് വയ്ക്കാം. ഓക്കെ. ഓ എൻ്റെ അമ്മേ, ഒരു റെസിപ്പി ഒക്കെ കാണിക്കുന്നത് കറക്റ്റ് ഡിറ്റോ മൈൻക്രാഫ്റ്റ് കേട്ടോ. അല്ല, ക്രാഫ്റ്റിൻ്റെ ബ്ലോക്ക് മറ്റേ കമാൻഡ് ബ്ലോക്ക് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും 12 ഉണ്ടാക്കുള്ളൂ. കാരണം എനിക്ക് 12 ഉണ്ടാക്കാനാണ് കൂടുതൽ ഇത്. എനിക്ക് തോന്നുന്നു ഏതാ നിൽക്കണ്ട്, എനിക്കൊരു ഐഡിയ ഇല്ല. എടാ, എനിക്കൊരു ഐഡിയ ഇല്ല. അയ്യോ, ഓക്കെ മനസ്സിലായി. അയ്യോ, സോഡ് ന്യൂബുകൾക്കാണ്, നമുക്ക് സോഡ് ആവശ്യമില്ല. ക്രാഫ്റ്റ് എന്നൊക്കെ ഇതൊരെണ്ണം കൂടി. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് സ്റ്റോണേജ് കണ്ടുപിടിക്കാം. ഇതിലെങ്ങനെ ഓടുകയാവോ കാണുന്നത്? ചാടൊക്കെ എങ്ങനെയാണോ? ഇതെങ്ങനെ ഓടുക? ഓ, ടർട്ടില്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച്
നമ്മൾ സ്പോണാവുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു വില്ലേജ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എഴുന്നള്ളി നോക്കാം. ന്യൂ റെസിപ്പി അൺലോക്ക്. വെള്ളത്തിൽ പുതിയ റെസിപ്പി ഉണ്ട്. യോ മോനെ ദിനേശ എങ്ങനെ മോൾക്ക് പറയുന്നേ? ചത്തു ഗൈസ്, ചത്തു. ഓ നിക്കണല്ലേ ദൈവമേ, വെള്ളത്തിൽ വീഴല്ലേ ഗൈസ്. ഞാൻ ഒരുമാതിരി പൊട്ടത്തരാണ് കളിച്ച്. കൺട്രോളർ എടുത്തത് മണ്ടത്തരം. ആർട്ടി മൈൻ ഇതിലോടാൻ ഭയങ്കര പാടാണ്. പന്നിച്ചേട്ടൻസ് പ്ലീസ് കോപ്പറേറ്റ്. പണിച്ചേട്ടാ പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ പണിച്ചേട്ടൻ. ചങ്ങയുടെ മരത്തിന് മണ്ട കയറിയോ? ഞാൻ ട്രിഗർഡാണ് ഗൈസ്, ഞാൻ ട്രിഗർഡാണ്. അയ്യോ പന്നിച്ചേട്ടൻ ട്രാപ്പ്. ഹായ്, നല്ല കൂടുതൽ തന്നെ. ഹായ്, അതിപ്പോ ലാഭമല്ലോ. ദൈവമേ, ഒരു ബോട്ട് ഉണ്ടാക്കിയില്ല കേട്ടോ. അയ്യോ ഓക്കെയായി ചാടുന്ന എങ്ങനെ? ബാക്ക് എക്സ് ആണോ ചാടുക? എല്ലാം ഒരു ബട്ടനാ. ഇതിപ്പോൾ നമ്മളെന്താ കാട്ടുക? ദൈവമേ, അയ്യോ എന്താ ചത്തേ? ആരാണ് മരിച്ചത്? സെൻറ്റ് അടിക്കാനല്ല, എൻ്റെ ഇറച്ചി കിട്ടാൻ. ഹായ് പത്തിക്കൂടൻ, ഇങ്ങനെ ടൈം ചെയ്യാൻ പറ്റുമോ? വേണ്ട, ഒരടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പിരി കിടക്കും. എന്താ മോനെ, മൊടയാണോ? എന്താ ബ്രോ, മൊടയാണോ? കിട്ടേണ്ട ഇത്. അയ്യോ, അവൻ്റെ വീട്ടുകാർ വന്നു. അവൻ നാട്ടുകാരെ വിളിച്ചു. അയ്യോ ബ്രോ പ്ലീസ് ഹാവ് സം മെർസി ഓൺ മീ. അയ്യോ പടച്ചോനെ, ഇയാൾ പോണില്ല. എങ്ങനെ പോയത്? എനിക്ക് മനസ്സിലായി. ചത്ത് ഗൈസ്, ചത്ത്. കൺട്രോൾ എടുത്ത് വലിയൊരു തെറ്റായിപ്പോയി ഗൈസ്, വലിയത് തെറ്റായിപ്പോയി. പൊന്ന്, ഇവിടെ ചാടാനും പറ്റില്ല, തേങ്ങയും പറ്റില്ല. ഈ ചെങ്ങയെ എങ്ങനെ ചാടുക? ഒന്ന് ചാട് സെലക്ട് ഹോം. അയ്യോ തെറ്റുപറ്റിപ്പോയി. അയ്യോ ഗൈസ്, ഈ കൺട്രോളർ വെച്ച് എന്നെ കൊണ്ട് നടക്കില്ല. കൺട്രോളർ ഇസ് ടു ഹാർഡ്. ഓക്കെ, കൺട്രോളർ കളിക്കണമെങ്കിൽ ഞാൻ അത്ര പ്രോയല്ല ഗൈസ്. കൺട്രോളർ ഐ എം വെരി പൂർ ഗൈ. മൊബൈൽ കയ്യിൽ കിട്ടുമ്പോഴാണ് നമ്മൾ ചാത്തനാവുക. ഇത് കല്ലല്ലേ? യെസ് ഗോ ഗൈസ്, നമ്മളങ്ങനെ കല്ല് കണ്ടുപിടിച്ചിരിക്കും. പോയി, ഇതൊക്കെ എന്ത് സുനാപ്പിളിയാണെന്നൊന്നും അറിയില്ല. കണ്ടെടുക്കുക തന്നെ അത്രയുള്ളൂ. ഇത് കോമ്പിൾ സ്റ്റോൺ ആണോ ഗ്രാവലാണോ എന്ന് കണ്ടാൽ മനസ്സിലാവും. ഇൻവെൻ്ററി പോവാം. ഇവിടെ കോമ്പിൾ സ്റ്റോൺ ആണ്. യെസ് ഗോ.
ലെറ്റ്സ് ഗോ ബോയ്സ്. അവിടെ ആയം കിട്ടിയാൽ മതി. ഇത് എവിടുന്നോ സ്കെൽറ്റൻ ബാബുവിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. ചങ്ങായി ഒന്ന് അടിച്ചിട്ടാ നമ്മൾ അവിടെ തീരും. ഓവർ. വലിയ കാര്യം ട്യൂട്ടോറിയൽ എന്നായി. പക്ഷെ അങ്ങനെ എനിക്കത് ഫീൽ ചെയ്യണം. ഞാൻ മട്ടൻ ഇറച്ചി കഴിച്ച് പോയി. വേഗം 1 കിലോ പച്ചമ്പി അതെൻ്റെ ഇതാകും. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. എന്നാൽ അവിടെ തമ്പടിച്ചെത്താൽ മതി. നമുക്ക് അടിച്ചു പൊട്ടിക്കാം. ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ കുറേ സാധനങ്ങൾ തോണ്ടി നോക്കിയാൽ എനിക്ക് മനസ്സിലായത് നമ്മളെ ആക്സിനാണ് സോഡിനെക്കാട്ടിയും പവർ. നിങ്ങൾ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ ഈ ആക്സും കൊണ്ടാണ് എല്ലാ മൈൻക്രാഫ്റ്റ് പ്രോസും കളിക്കണം. അപ്പോൾ നിങ്ങൾ കളിക്കും ഇവർക്കൊക്കെ വട്ടാണ്. പക്ഷെ സത്യം പറയാറ് ഗൈസ്, ഈ സാധനം വെച്ചിട്ട് ഒരുത്തനെ കൊല്ലുന്നത് സിമ്പിളറിയോ? സോംബിയൊക്കെ പിമ്പിളാണ്. എത്രയായി മോനെ? 30. ഇപ്പം ഞാൻ കൈ കൊണ്ടാട്ടോ കളിക്കുന്നത്. അവിടെ എത്ര സ്പീഡ്. സ്റ്റോൺ സോഡ്. സ്റ്റോൺ ഇതിപ്പോൾ അല്ല പൈസ്. രാത്രിയായി. നമ്മൾ കുറച്ച് പേടിക്കണം. ഞാൻ ബോട്ട് ഉണ്ടാക്കിയത്, അതാണ് ഞാൻ ചെയ്ത മണ്ടത്തരം. മന്ത്രവാദിയാണത്. അയാളെ പേടിക്കണം ഗൈസ്. ഗൈസ് കുടിക്കോ? നമ്മൾ ചത്തു. വെരി നൈസ് ആയിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടി ഫസ്റ്റ് ഒന്ന് തുടങ്ങണം. ഒന്നും കൂടെ ഫസ്റ്റ് ഒന്ന് തുടങ്ങാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഈ മെനു മഴ പെയ്തു ഗൈസ്. നമ്മൾ ചത്തപ്പോൾ മഴ പെയ്ത് നല്ല ചത്തപ്പോൾ ചെക്കൻ ചത്തു. ഇനി മഴ പെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു റൂം ഉണ്ടാക്കാം. ഓക്കെ, come on boy. ലോഡാൻ കുറേ സമയം എടുക്കും. പക്ഷേ ഗാസ്റ്റൊക്കെ അങ്ങനെ വല്ലാത്തൊരു ഗെയിം ഉണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ. നമുക്ക് കുറച്ച് സ്പീഡ് റൺ വേണം. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശ്രദ്ധിച്ചോ? സൂപ്പർ അല്ലേ? ഓക്കെ, 5 ഇപ്രാവശ്യം നമുക്ക് സ്റ്റോൺ പെട്ടെന്ന് കിട്ടും. കാരണം നമ്മളപ്പുറത്ത് തന്നെ കണ്ടോ ഈ മൗണ്ടൈനാണ്.
ശരിക്കും ഇതിൻ്റെ അടിക്ക് ഇറങ്ങിപ്പോയാ നമുക്ക് ഇത് കിട്ടും. നമുക്ക് വില്ലേജ് കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ വില്ലേജ് കണ്ടുപിടിക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ചും കൂടി മരം കൊത്തിയിട്ട് ഒരു ബോട്ടൊക്കെ ഉണ്ടാക്കണം. കാരണം എന്താ വെച്ചാൽ ആ ഇറങ്ങിപ്പോയ വില്ലേജ് ഇല്ലെങ്കിൽ നമ്മൾ ചത്തു. ഓക്കേ ഓക്കേ. നമ്മളൊരു ഫ്രണ്ടിൻ്റെ അറിവിൽ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൈൻക്രാഫ്റ്റ് അല്ല ലോക്കി ക്രാഫ്റ്റ് 7 എത്രയോ ഇറങ്ങിയോ. ഫ്രഷ് ലക്ക് ഉണ്ട്. നമുക്ക് കിട്ടി. അയ്യോ, ഞാൻ സാധനം ഒന്നും ഉണ്ടാക്കിയില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ, ലെറ്റ്സ് ഗോ. 2 ആക്സ്, ഒരു പിക്കാക്സ്. നമുക്ക് ബോട്ട് ഉണ്ടാക്കണം. എന്തൊക്കെ നമുക്ക് ബോട്ടാണ് വേണ്ടത്. ബോട്ടൊന്ന് സെർച്ച് ചെയ്തേക്കാം. BOA. ഇതെന്താ ജംഗിൾ? ഓക്കെ, നമ്മൾ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി വേഗം കുന്നിന്ന് കയറി വെക്കാം. കമോൺ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലേ? എനിക്ക് അറിയാമെന്നറിയില്ല. നിങ്ങൾ ഈ കോപ്പി ഗെയിംസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ള ചില ഗെയിംസ് ഉണ്ട്. എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഇത് കോപ്പിറൈറ്റ് വരും. അതാണ് എൻ്റെ പേടി. അത് വന്ന ഞാൻ കത്തമായി. കത്തില്ല. മൈൻക്രാഫ്റ്റ് ഈസ് വെരി റിസ്ക് ആണ് ഗൈസ്. കമോൺ ചങ്ങായി, ചാടിക്കോ, ചാട് ഓടിച്ചോടാ. നമ്മൾ ഹിമാലയൻ പർവ്വതം കയറുകയാണ് ഗൈസ്. മൈൻക്രാഫ്റ്റിലെ ഹിമാലയൻ പർവ്വതം. നമ്മളാണ് മൈൻക്രാഫ്റ്റിലെ ആദ്യത്തെ ഹിമാലയൻ പർവ്വതം കയറാനാവും. പ്ലെയിൻ എത്തിട്ടോ. രണ്ടാമത്തെ ഷീപ്പ്. നിക്കോ, ലെറ്റ്സ് ഗോ. ചാടി അടിക്കാം. ഹെഡ് ഷോട്ട് ചെയ്ത്. അതുകൊണ്ട് നമ്മളറിയാലോ, നമ്മള് ഏറ്റവും കുറച്ച് വീഡിയോ ഒക്കെ നോക്കിയെടുത്താൽ മതി. നിങ്ങളൊക്കെ നോക്കും. നമുക്ക് ഏറ്റവും നല്ല സാധനം കിട്ടി. നമുക്കിതെല്ലാം കൊത്തിപ്പറിച്ചെടുക്കാം. വേഗം കൊത്തിപ്പറിക്കണം, എന്നാലേ നമുക്ക് കോൾ എടുക്കാൻ പറ്റുള്ളൂ, എന്നാലേ നമുക്ക് അയൺ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു നമ്മൾ പിക്കാക്സ് സ്റ്റോണിൻ്റെ കുറേ ഉണ്ടാക്കണം. കാരണം എന്താ വെച്ചാൽ സ്റ്റോൺ വെച്ചിട്ട് കുറേ കളിയുണ്ട്. സ്റ്റോൺ ഉണ്ടെങ്കിൽ നമുക്ക് അയൺ എടുക്കാൻ പറ്റുള്ളൂ. അയൺ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം ഓറും എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ എത്രയാലും കണക്കില്ലാതെ കുത്തിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ആയാവോ? 21. ഗൈസ്, ഇത് നല്ല ഏരിയ അല്ല.
ഇവിടെ നിൽക്കുന്ന അത്ര സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മണ്ടേ കയറി വല്ല വില്ലേജും കിട്ടി അവിടെ തമ്പടിക്കാം. മറ്റേ അയൺ ഗോളം ചങ്ങായിനെ കൊല്ലാം. അപ്പോൾ വേണം ഇന്ന് അയൺ കിട്ടും. പന്നി 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 തന്നു പാവം പന്നി. അയ്യോ, എന്തിനാണാവോ ഇവരെന്നെ കോപ്പിറൈറ്റ് അടിച്ച് മനപ്പുറം കൊല്ലാൻ നോക്കുകയെന്നാ തോന്നുന്നത്. മനപ്പുറം കോപ്പിറൈറ്റ് വരാൻ നോക്കുകയാണ്. നോക്കൂ ഗൈസ്, വിശാലമായ മൈൻക്രാഫ്റ്റ് അല്ല ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് മാപ്പ്. നമുക്ക് മരത്തിന്റെ മണ്ടക്കൂടെ പാർക്കോർ ചെയ്താലോ? ദൈവമേ ചാവല്ലേ. ഇതെന്താണ് ഈ ബർച്ചിൽ ഇത്രയും കറക്റ്റ് അവിടെ ലാൻഡ് ആവൂല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ഇട്ട് നോക്കാം. ഞാൻ പിന്നെ കുറച്ച് പാർക്കോർ ചെയ്യുന്നതാണ്. അയ്യോ നോക്കൂ ഗൈസ്, എന്ത് വിശാലമാണെന്ന്. ഇത് മറ്റേ നേച്ചറിന്റെ പറയുന്ന ചാനലായി സംബന്ധിച്ചേ. ഇപ്പൊ ചത്തേരെ. ഈ മരത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ഒടുക്കത്തെ ഉയരുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം വീണ കഥമാവും ചിലപ്പോ. അയ്യോ ഉണ്ടോ, ഇങ്ങനെ ഇരിക്കും. അതോ ഇനിയും ഇങ്ങനെ ഇരിക്കും. നമുക്ക് കാടും മലയും താണ്ടി പുനിതമാടാം. നമുക്ക് മംഗ്രൂവിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട്. കണ്ടാ മാംഗ്രൂവ് പോലെ തോന്നും, ഇത് മാംഗ്രൂവ് ആണെന്നാ തോന്നും, അറിയില്ല. കറുത്ത ഷീപ്പ് നിങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏഷ്യൻ പെയിൻസിൻ്റെ കണ്ടെയ്നറിൽ ചാടിപ്പോയ പശു ആടാണത്. ഈ സത്യമായിട്ട് നിങ്ങളെന്നെ ആലോചിച്ചൊക്കെ കറുത്ത കളറിലുള്ള ആടിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡു കമൻറ്റ് ഗൈസ്, കറുത്ത കളറുള്ള ആടിനെ കണ്ടത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഈ ലോക്കി ക്രാഫ്റ്റിൻ്റെ 7, 5 മറ്റേത് കിട്ടിയതൊക്കെ ഇറങ്ങിയത്. ഞാനാലോചിക്കും, ഞാനിതുവരെ അറിഞ്ഞില്ലല്ലോ 7, 6 ഒന്നും ഇറങ്ങിയത്. 6ൻ്റെ കൂടെ പ്രശ്നമുണ്ട്. അപ്പോൾ 6, 7 വിശക്കുന്നുണ്ട് കഴിച്ച് നമ്മളെ പ്ലെയറിന്. ഓ ഇവിടെ ഫ്രീ ക്വാളിറ്റി, കുറേ സ്റ്റോണും ഉണ്ട്. ഇങ്ങനത്തെ ഏരിയ ഞാൻ അറിഞ്ഞതിൽ വെച്ച് ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ചിലപ്പോൾ കേട്ടോ ചിലപ്പോൾ കിട്ടും. ആക്സ് 2 പിക്കാക്സ്. ഈ പിക്കാക്സ് വെച്ചിട്ട് നമുക്കിനി ഇത് മൈൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് മരം വെട്ടണം, സ്റ്റിക്ക് വേണമല്ലോ. ഓക്കെ, നമുക്ക് ആദ്യത്തെ എക്സ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ലെവൽ 1 ആവും. നമ്മൾ ലെവൽ 1 ആയി. നമുക്ക് കുറച്ച് ലെവൽ കുറേ കൂട്ടണം, എന്നാലേ നമുക്ക് എൻചാൻമെൻറ്റിൻ്റെ ഇത് കൂട്ടാൻ പറ്റുള്ളൂ. പവർ ഷാർപ്നെസ് 4 വരെ കിട്ടണം. ഇപ്പം തന്നെ സോംബിമാൻ ഏകദേശം ഡസ്കോ ഡോണോ എന്നൊന്നല്ലേ പറയുക, നിങ്ങൾ എന്തോ പറയുക, ആ ടൈമൊക്കെ ആയിട്ടുണ്ട്. എക്സെടുത്ത് പോയി പിടിച്ചേക്കാം. എവിടുന്നോ സോംബി തന്നെ. ഇവിടുന്ന് സ്കൂട്ടാവാ. സ്കെൽറ്റൻ
ഓടിക്കോ പ്രേമ, എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല. ഓടിക്കോ, ലൊക്കേഷനൊന്നുമില്ല ബായി. എങ്ങനെയോ എവിടെയോ എപ്പോഴോ എത്തി. എൻ്റെ ഫ്രണ്ട് ചതിച്ചു ഗൈസ്. അവൻ തുടങ്ങിയപ്പോൾ അവന് വില്ലേജിലാണ് കിട്ടിയത്. അയ്യാ സ്കെൽറ്റൻ ബോബ, ഹാവ് സം മെർസി ഓൺ മീ. അയ്യാ മോനെ, ഓടിക്കോ. അയ്യോ ചത്തു. अयो चातू गाइस, चातू चातू मैं हूँ, चातू हो गया. अयो എന്താ കാട്ടുക. ചെങ്ങായി നമ്മളെ സാധനമൊക്കെ ലൂട്ടടിച്ച് പോടാ. ഫസ്റ്റ് ഡേ വെരി റോങ് ആയി പോയി. നമുക്ക് അടുത്ത ദിവസം ശരിയാക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണാളാം.